സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നു ബാല. മുൻ പങ്കാളികളായ എലിസബത്ത്, അമൃത സുരേഷ്, യൂട്യൂബർ അജു അലക്സ് എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകി നടൻ ബാല. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് പരാതി. സാമൂഹിക മാധ്യമങ്ങൾ വഴി വലിയ തോതിലുള്ള തർക്കം നടക്കുന്നതിനിടയിലാണ് എലിസബത്തിനെതിരെ ബാല പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഭാര്യ കോകിലയ്ക്കൊപ്പം കൊച്ചി സിറ്റി കമ്മീഷണർ ഓഫീസിലെത്തിയാണ് ബാല പരാതി നൽകിയത്. എന്നെയും കുടുംബത്തെയും ഹരാസ് ചെയ്യുകയാണ് ലക്ഷ്യം. കേരളത്തിൽ ആർക്കെങ്കിലും പൈസയില്ലെങ്കിൽ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റും. ഇത് ഒരു തൊഴിലായി എടുക്കുകയാണ്. ഒരു സെലിബ്രിറ്റിയെ പേരെടുത്ത് വിളിച്ച് വലിയ രീതിയിൽ അപമാനിക്കുന്നു. ഭാര്യ കോകിലയെ എടി വാടി എന്ന് വിളിക്കുന്നു. ഇത് എവിടുത്തെ സംസ്കാരമാണ്? ഇത് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കും? ഇതിന് ഒരു അവസാനം വേണ്ടേ? ബാല ചോദിച്ചു. വെബ് സീരീസ് പോലെ എപ്പിസോഡായിട്ടല്ലേ ഓരോന്നായി വരുന്നത്? മനസ്സ് നൊന്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു റേപ്പ് ചെയ്യുന്ന ആളാണോ? ഒരു സ്ത്രീയെ ഒരാൾ 1.5-2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഒരാളെ ഒരു തവണ ചെയ്താലല്ലേ റേപ്പ്? പിന്നെയും പിന്നെയും ചെയ്യുന്നതാണോ റേപ്പ്? ഞാൻ ഒരു കിഡ്നി രോഗിയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് എലിസബത്ത് വന്നത്. അതിനു മുമ്പ് എലിസബത്ത് എവിടെയായിരുന്നു? കഴിഞ്ഞ 1.5 കൊല്ലം എലിസബത്ത് എവിടെയായിരുന്നു? എലിസബത്തിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു. എന്തുകൊണ്ടാണ് വിവാഹമോചനം നേടിയത്? എലിസബത്തിന് നീതി വേണമെന്ന് പറയുമ്പോൾ മെയിൽ ഡോക്ടറായ ഭർത്താവിന് നീതി വേണ്ടേ എന്ന് ഞാൻ ചോദിക്കും. അയാളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? വിവാഹമോചനം ഉണ്ടാകുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ കല്യാണ ജീവിതത്തിൽ ഞാൻ സന്തോഷമായി പോവുകയാണ്. പരാതി കൊടുത്തതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. ദൈവം തിരിച്ചു തന്ന ജീവിതം എടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഞങ്ങൾ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നതും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതും നിങ്ങൾക്കിഷ്ടമല്ലേ? ബാല ചോദിച്ചു. സാമൂഹിക മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ബാലയുടെ പരാതി. യൂട്യൂബർ അജു അലക്സുമായി ചേർന്നാണ് ഈ അപവാദ പ്രചാരണം നടത്തുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. അജു അലക്സിന് 50 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നിരുന്നു. അതിന് വഴങ്ങിയില്ല. അതിന് പിന്നാലെ അപവാദ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു.